രണ്ട് ഏജ് ഗ്രൂപ്പിലുള്ള മക്കളാണ്. ഇവർക്ക് ടീച്ചർ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഉപദേശം കുട്ടികൾക്ക് എനിക്ക് മനസ്സിലായത്തോളം ടീച്ചർ ഒരിക്കലും ഇവരുടെ അടുത്ത് പ്രണയിക്കരുതെന്ന് പറയൂല. അയ്യോ, പ്രണയം എന്തായാലും വേണമെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ ചെറിയ മോളുടെ കാര്യത്തിലാണ് എനിക്കൊരു പേടിയുള്ളത്. കാരണം അത് എന്റെ കറക്റ്റ് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ. 11 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് ഇനി ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം ഞാൻ മിക്കവാറും സ്കൂളിൽ തന്നെ പെറ്റ് കെടുക്കേണ്ടി വരും. കാരണം അവളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടേ. മൂത്ത മോൾക്ക് പിന്നെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. പ്രണയമൊക്കെ ഒരാൾക്ക് സ്വയം തോന്നേണ്ട വികാരമാണ്. അപ്പൊ അവളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ സ്പെഷ്യൽ ഫീസ് ഒക്കെ തരണം, ഫ്രീ കൺസൾട്ടേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ഫ്രീ ആണ് ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് എന്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു പാരന്റിങ് കിട്ടിയിട്ടില്ല. കാരണം എന്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള. പപ്പ മരിച്ചു. പപ്പ ഒന്നും ഒരു അക്ഷരം ഉണ്ടാറില്ല വീട്ടില്. പപ്പയ്ക്ക് 6 ഭാഷ എന്തോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. പപ്പ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡയറി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 6 ഭാഷ അറിയുമായിരുന്നു എന്ന് അതിൽ എഴുതി വെച്ച് കണ്ടത്. മലയാളം പോലും പറയണം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ 6 ഭാഷ? അതേസമയം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് മക്കൾ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, കറക്റ്റ് സമയത്ത് വീട്ടിലെത്തണം, 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പഴയ ചിന്താഗതിയുള്ള ഒരു അമ്മയാണ്. അപ്പൊ അങ്ങനെ ഒരു വീടാവുമ്പോ നമ്മളൊരു കാര്യം അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെയൊക്കെ ഒരു പാരന്റ്സ് ആകരുത് എന്നുള്ളൊരു സംഭവം നമ്മൾ ചെറുപ്പം മുതലേ ഈ വന്ന സംഭവങ്ങളുണ്ടല്ലോ, അതിൽ നമുക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ പാരന്റ്സ് ആകരുത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അത് തന്നെ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എത്രത്തോളം മക്കളുടെ അടുത്ത് ഫ്രീ ആവാൻ പറ്റുമോ. പക്ഷെ എന്റെ മുഖം ഒന്ന് മാറി അവർക്കറിയാം, മനസ്സിലാവും. ചീത്തയൊന്നും ഞാൻ പറയില്ല. ഇത്രയൊക്കെ ബ്ലാ 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 എന്ന് പറയുന്ന ഞാൻ ചിലപ്പോ ഒന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ അവർ കരയും. ഒന്നും മിണ്ടില്ല ഞാൻ ആ സമയത്ത്. അതായത് അപ്പൊ ആ ഒരു നിശബ്ദത ഉണ്ടല്ലോ, അത് ശരിക്കും ഇങ്ങനെ ഒന്നും മിണ്ടില്ല. ചില ആളുകൾ ഇങ്ങനെ മറ്റേ കത്തി താഴെയിട അങ്ങനത്തെ ഡയലോഗൊന്നുമില്ല. എനിക്ക് അങ്ങനെ മക്കളുടെ കാര്യത്തിലൊന്നും അങ്ങനെ ദേഷ്യമൊന്നും വരില്ല. പക്ഷെ അങ്ങനെ അത്രയും വശപ്പശകായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരെ നോണ പറയുമ്പോഴാണ്. കാരണം ഞാൻ അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഒരാളെ തല്ലി കൊന്നിട്ട് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മ എന്നെ ചെറിയ ബൈ മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെ വേണമെങ്കിൽ വരും. പക്ഷെ എൻ്റെ അടുത്ത് നുണ പറഞ്ഞ ഭയങ്കര അഡിഷൻ എനിക്കത്. നുണ പറയണ ആളുകളെ ഞാൻ പിന്നെ വെച്ചോണ്ടിരിക്കില്ല. എനിക്ക് ഏറ്റവും അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാം. നുണ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാതെ. കാരണം ഞാൻ നുണ പറയാറില്ല. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ശരി ചെയ്തു, ഈ തെറ്റ് ശരി എന്ന് പറയുന്ന സംഭവം തന്നെ ആപേക്ഷികമാണ്. അതുപോലും വളരെ പബ്ലിക്കിൽ വിളിച്ചു പറയാൻ ഭയങ്കര കരുത്തുള്ള ഒരാളാണ് ഞാൻ. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം? മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണത്. ഞാൻ കുറെ സംസാരിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് മെഹർ ചോദിച്ചില്ലെങ്കിൽ മെഹർ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് കുറച്ച് മെഹറിന് സംശയം തോന്നും. അല്ല അപ്പൊ ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ? ഞാൻ അല്ല പിന്നെ ടീച്ചർക്ക് തന്നെ അപ്പൊ ഇടയിലിടയിൽ കുട്ടി ഒരു ചോദ്യം ചോദിക്കാം. ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്? അദ്ദേഹം ഞാനും തമ്മിൽ, സാബു എന്നാണ് പേര്, ആള് തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്, ജ്വല്ലറിയിലാണ്. അപ്പൊ ഞാനും സാബും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ 44, ആൾക്ക് 54. അപ്പൊ ശരിക്കും ഒരു പഴയ ഒരു ചിന്താഗതി, അതായത് ഒരു പക്ക ഒരു സാധാ ഒരു മലയാളി ആറ്റിറ്റ്യൂഡാണ് ആളുടെ. അതായത് സാധാ മലയാളി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് ഒരു സാധാ മലയാളി ആറ്റിറ്റ്യൂഡ്. അതാണ് ആള്. അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, മറ്റുള്ളവർ ഇപ്പൊ ഞങ്ങള് ഒന്നിച്ചൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പോലും ഞാനിങ്ങനെ ഭയങ്കര അങ്ങനെ ചിരിക്കും. മറ്റേ പഴയ നാടകത്തിലൊക്കെ ആൾക്കാർ ചിരിക്കുന്നത് അങ്ങനത്തെ ചിരിയൊക്കെ ചിരിക്കും. എന്നോട് പറയും ഒച്ചിട്ട് സംസാരിക്കല്ലോ, ഒച്ചിട്ട് ചിരിക്കല്ല, ആൾക്കാർ ശ്രദ്ധിക്കും. ഞാൻ ചോദിക്കും നീ നാട്ടുകാർ ചെലവിലൊന്നല്ലോ നമ്മൾ ജീവിക്കണം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആയി, അതായത് എപ്പോഴും ഓൾവേസ് കോൺഷ്യസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ആളെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ചെയ്യാം. പക്ഷെ ആൾക്ക് ആളുടെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ളൊരു രീതിയാണ്. ഞാനിതിന് പോകുന്നതിനോടൊന്നും ആൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആളെ ഒരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് സാബുവിനെ കൊണ്ട് ഇരുത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും ആള് വരില്ല. അപ്പൊ അങ്ങനെ, അതായത് എനിക്ക് എന്റെ വഴി, ആൾക്ക് ആളുടെ വഴി എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്, പ്ലസ് 2 വരെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു, ഹോസ്റ്റലിൽ പോയിട്ട് ആ പിള്ളേരെ കൂട്ടുകൂടിയാണ് നശിച്ചു പോകുന്നത്. ആ പറഞ്ഞ ഇതിനോട് ടീച്ചർ യോജിക്കും? പിയർ ഗ്രൂപ്പ് ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ അതൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും കാലം നമ്മളുടെ ഒരു സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ അവരെ നശിപ്പിക്കാനായിട്ട്
ഒരുപാട് ആളുകളുണ്ടാവും. നീ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഞാൻ ഭയങ്കര ഒരു കട്ട ലാലേട്ടൻ ഫാനാ. പവിത്രം എന്ന് പറഞ്ഞൊരു മൂവി പണ്ടത്തെ അതില് ബിന്ദുജ മേനോൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അവര് പഴയ നാടൻ സ്റ്റൈലിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ സിനിമയില് ബിന്ദുജ മേനോൻ കുറെ നാളുകൾക്ക് ശേഷം ഹോസ്റ്റൽ ലൈഫിലേക്ക് പോവാണ്. അപ്പൊ അത്ര കാലം ഒരു നാടൻ രീതിയിൽ വളർന്നു വന്ന ആ കുട്ടീനെ ഹോസ്റ്റലിൽ നശിപ്പിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് സെയിം പിയർ ഗ്രൂപ്പ് നശിപ്പിക്കുന്ന ഒരു രീതി. അത് സത്യം തന്നെയാണ്. നമ്മളെ ഡെയിലി ഒരാള് കുറെ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരുമ്പോ, കാരണം ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്നു. ഇപ്പൊ സിമെന്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? സിമെന്റ് ഇട്ട സ്ഥലത്ത് നമ്മളിങ്ങനെ നടക്കാന്ന് വിചാരിക്കും. ഉണങ്ങണേക്കാൾ മുമ്പ് എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ഇതാവും, നമ്മുടെ കാലിന്റെ പാടുകൾ അവിടെ വരും. അതുപോലെയാണ്. അതായത് അവര് ഓൾറെഡി എന്താ പറയാ, അവരൊന്നും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇപ്പൊ ടീനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരിലേക്ക് എത്തിക്കുന്ന പോയിന്റുകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ ഒരു ട്രാക്കിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും നമ്മൾ അവരെടുത്ത് ആ ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാം. മീൻസ് അവിടെ ഉണ്ടായ ഇഷ്യൂ ആണ്. ഇപ്പൊ ഒരു കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പൊ അധികം, മയക്കുമരുന്ന് പോലെയുള്ള സംഭവങ്ങൾ. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ചിലപ്പോൾ 1-2 പ്രാവശ്യം അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അടിച്ച് തമ്പോറാക്കല്ല വേണ്ടത്, പറയാ ഇന്നതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ചേർത്ത് പിടിക്കലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടിക്കാൻ ആർക്കും പറ്റും. അടിക്കാണ്ട് നമ്മളെ ചേർത്ത് നിർത്താന്ന് പറയുന്നത് അത് വളരെ അപൂർവ ആളുകൾക്ക് മാത്രം പറ്റും. കാരണം ഈ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ടുള്ള മക്കളില്ലേ, അവരാണ് ഏറ്റവും കൂടുതൽ കുരുത്തക്കേടിനും എല്ലാ കാര്യങ്ങളും. ഞാനൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ സ്ട്രിക്റ്റ് ആയി വളർത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സത്യം. കാരണം ഞാൻ പറയുകയാണെങ്കിലേ നമുക്ക് എപ്പോഴും ഒരു വേലി നമ്മുടെ ചുറ്റും കെട്ടുമ്പോഴാണ് ആ വേലി ബ്രേക്ക് ചെയ്യണം. അല്ല, വേലി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഇവിടെ ഒരു ബോക്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പൊളിച്ചപ്പുറത്തേക്ക് പോകും. അപ്പൊ എന്നെ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട്, അപ്പൊ ഇപ്പോഴും അമ്മ പറയും അങ്ങനെയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ കാരണം നീ ഇങ്ങനെയെങ്കിലാണെന്ന്. അതൊക്കെ വെറുതെ തോന്നുക. നമുക്ക് എന്താണോ കിട്ടില്ല എന്ന് തോന്നുന്നത് അത് കിട്ടാനുള്ള ആഗ്രഹം നമുക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ ഞാൻ പഠിച്ചത് മുഴുവൻ കോൺവെന്റ് സ്കൂളിലാണ്, മുഴുവൻ ഗേൾസ് ഓൺലിയിലാണ് പഠിച്ചത്. അപ്പൊ ഗേൾസ് ഓൺലിയിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റേ സെക്സിലുള്ള ആളുകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പൊ ഞാൻ എന്താ പറയാ 10ാം ക്ലാസ് വരെ ഹോളി ഫാമിലി സ്കൂളിലാണ് പഠിച്ചത്. മുഴുവൻ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെന്റ് മേരീസില്, ഡിഗ്രിക്ക് പഠിച്ചത് വിമലയില്. അപ്പൊ ഒക്കെ പഠിച്ചത് അവിടെ മുഴുവൻ പെൺപിള്ളേരെ കാണണേ. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൺപിള്ളേരെ ബോയ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. എന്തോ ആ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് ഉണ്ടല്ലോ, അത് 24 മണിക്കൂർ ഉണ്ടാവും. ഈ ബട്ടർഫ്ലൈ എപ്പോഴും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതേസമയം മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോ ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. കണ്ട് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു ജീവിയൊന്നും അല്ല. അതേസമയം ഈ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് എപ്പോഴും ഫ്രസ്ട്രേഷൻസ്. ഇപ്പുറത്തിരുന്ന് കൈയും കലാശം കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കോൺവെന്റ് സ്കൂളിലുള്ള ആരുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. മാർഷലിനും കിട്ടിയില്ല, ആരും കണ്ടില്ല. എന്തിനാണ് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കണ്ടിന്യൂ. പണ്ടൊക്കെ പിന്നെ നമ്മൾ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് ജീവിതം തീർന്നു അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോ ഒരു കോമൺ കാര്യമായി. ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തല കേസൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് പണ്ടത്തെ സംഭവം അതിപ്പോഴും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ദിവസം എന്തെങ്കിലും തല്ലുകൂടിയിട്ട് പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോ, പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ള സിസ്റ്റത്തില്, ഫ്ലാറ്റിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ കുറെ ദിവസമായില്ലോ മോള് ഇവിടെ നിൽക്കണം, മോളിന് തിരിച്ചു പോണില്ലേ എന്ന് ചോദിക്കുന്ന കുറെ ഇങ്ങനെ കാര്യന്വേഷണ ടീം ഉണ്ടല്ലോ. കാര്യന്വേഷണ ടീം അവരെ കൊണ്ടാണ് വല്ലാത്ത തൊയിരക്കേട്. നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ഉണ്ടാവില്ല അത്ര ബുദ്ധിമുട്ട്. എന്നിട്ട് ഇപ്പൊ ഈ വിസ്മയുടെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെ കുറെ #, വിസ്മയ, അയ്യോ. അതിന്റെ അടിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് കമന്റ് എന്താണെന്നറിയോ? ആ പെൺകുട്ടീനെ എനിക്ക് തരാമായിരുന്നില്ലേ, ഞാൻ വളർത്തുമായിരുന്നല്ലോ ആ പൊന്നു മോളെ. അവളായിരിക്കും അല്ലെങ്കിൽ അവനായിരിക്കും ഏറ്റവും അധികം. അത് മനസ്സിലായില്ലേ? ഈ പകൽമാന്യന്മാരെ കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് വലിയ ആണത്തര സംഭവം. നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മക്കൾക്കെങ്കിലും സമാധാനവും. എപ്പോഴും എന്താന്ന് വെച്ചാൽ നമ്മളൊരു പിക്ചർ പെർഫെക്റ്റ് ആവാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ പുറത്തേക്ക് പോകുമ്പോഴോ ഫംഗ്ഷന് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഗ്യാതറിങ്സിന് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പാർട്ടി എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഞാനും മക്കളും മാത്രമുള്ള ഫോട്ടോ കാണുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അയ്യോ ഹസ്ബൻഡ് എവിടെ, ഹസ്ബൻഡിനെ കണ്ടില്ലല്ലോ എന്നൊക്കെ. ചിലപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കും, ചിലപ്പോൾ ആൾക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതൊക്കെ നൺ ഓഫ് ദെയർ ബിസിനസ് അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ എന്താ പറയാ, അപ്പനും അമ്മയും മക്കളും മാത്രം ഇരുന്നാലോ ആ പിക്ചർ പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവുക. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഈ മക്കൾക്ക് ഒരു സമാധാനപരമായ ജീവിതം ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഒത്തുചേരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതാണ്.
കാരണം പിന്നെ ആ കുട്ടികളുടെ കാര്യം ആലോചിക്കുക, അവരെന്ത് തെറ്റ് ചെയ്തു. അതെ അതെ ഈ രണ്ടലവലാദികൾ 24 മണിക്കൂറും ജയ 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 ഹേ സിനിമയിലത്തെ പോലെ ബേസിൽ ജോസഫും മറ്റേ പെണ്ണിന്റെ പേര് ദർശന അവർ രണ്ടുപേരും കൂടി തല്ലുകൂട പോലെ 24 മണിക്കൂർ തല്ലുകൂടാ. ഇവരുടെ ചീത്ത ഇന്തെറിയും പാത്രങ്ങൾ എറിയണതും ഒക്കെ കണ്ടിട്ട് ഈ രണ്ട് മക്കൾ അവിടെ വളരുക. അപ്പൊ ആ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ആ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുമ്പോ ഈ ലോകത്തിലേക്കും വേണ്ട ഏറ്റവും മോശപ്പെട്ട ആൾക്കാരായിട്ട് പിന്നെ അവർ വളരാം. അപ്പൊ അങ്ങനത്തെ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് കണ്ട് വളർന്നു വരുന്ന കുട്ടികൾ അവര് ചിലപ്പം രണ്ട് രീതിയിലാവാം. ഒന്നില്ലെങ്കിൽ അവരാണെങ്കിൽ ഈ ഒരു സെയിം പാത്തിൽ പോകും. കാരണം അച്ഛനും അമ്മേനും ഇങ്ങനെ കണ്ടു വളരുന്നോണ്ട് അവര് ഈ ഒരു പാത തന്നെ ആയിരിക്കും അവരുടെ ലൈഫിലും. ചില കുട്ടികൾ ഇപ്പം അത് കണ്ടു വളർന്നോണ്ട് തന്നെ ചിലപ്പോ അങ്ങനത്തെ ഒരു പാതയിൽ പോവാൻ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അത് വളരെ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. അധികം ആളുകളും ഒരു 98% ആളുകളും ഇത് തന്നെയായിരിക്കും. അതായത് അവർക്കൊരു തരം എല്ലാത്തിനോട് ഒരു വെറുപ്പും വിദ്വേഷമായിരിക്കും. എനിക്ക് കിട്ടാത്തൊന്നും വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള ഒരു സംഭവമായിരിക്കും. പിന്നെ വളരെ ഒരു 2% ആളുകൾ മാത്രം ഈ പറയുന്ന ഭയങ്കര ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ഇൻസൈറ്റ് കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളാണ് എന്നെ പോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണ്. കാരണം ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ ആളാണ് ഞാൻ, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഒഴുക്കിനെതിരെ നീന്താന്ന് പറയുന്നത് ഭയങ്കര ത്രില്ല. കാരണം ഒരു പ്രശ്നം എന്റെ മോളൊക്കെ എന്നോട് പറയും, കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ എന്റെ അമ്മ പ്രശ്നം ഉരുട്ടിയിട്ട് തിന്നണേന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പ്രശ്നം വരുമ്പോ ഭയങ്കര കാലത്ത് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു പ്രശ്നം ഇല്ലെങ്കിലേ ആരുടെങ്കിലും മെക്കെട്ട് കയറിയിട്ട് ഞാൻ വെറുതെ ഒരു പ്രശ്നം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, ഒരു മനസ്സുഖം ആ സംഭവമാണ്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം ഞാൻ തമാശ പട്ടിൽ പറഞ്ഞതാണ്. പക്ഷെ ആ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെ ഓവർകം ചെയ്യാം എന്ന് മാത്രമല്ല ഞാൻ ആലോചിക്കാം, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന അതിനൊരു സ്പെഷ്യൽ തോട്ടാണ് എന്റെ. അതായത് ഒരു പ്രശ്നം സാധാരണ ആളുകൾക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒരു പ്രശ്നം വരുമ്പോ ഒന്നില്ലെങ്കിൽ ഇരുന്ന് കരയാം, അതല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാം. ഇത് രണ്ടും അല്ലേ? ഇതല്ലാതെ പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് സംതിങ് ഗ്രേറ്റ് ആണ്. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല, എല്ലാവർക്കും പറ്റുന്നില്ല. ഇപ്പൊ പറഞ്ഞല്ലോ. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സൂയിസൈഡ് റേറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആളുകളാണെങ്കിൽ പ്രതിസന്ധികളൊക്കെ ഫേസ് ചെയ്യാൻ നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ ഈ പാരന്റ്സ് തന്നെയാണ് ഈ പിള്ളേരെ മുഴുവൻ നശിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ചെറിയൊരു എക്സാമ്പിൾ പറയാം, വലിയ വലിയ കാര്യങ്ങളൊന്നും വേണം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മക്കളെയും കൊണ്ട് പോകുന്ന പാരന്റ്സ് കുട്ടികൾ എന്തെങ്കിലും വില കൂടിയ ഒരു സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഈ ഫ്ലോറിൽ കിടന്ന് ഉരുളണ കണ്ടിട്ടില്ലേ? വേണം വാശി ജാതി വാശി പിടിച്ച നാട്ടുകാരെ മൊത്തം കളിപ്പിച്ചിട്ട്. ഇപ്പൊ എന്റെ മോൾ അങ്ങനെ കരയില്ല, അവൾക്ക് അറിയാൻ കരഞ്ഞിട്ട് കാര്യമാണ്. എന്റെ മോളാണ് അവിടെ കിടന്ന് കരയണമെങ്കിൽ ഞാൻ പറയും, നീ കരഞ്ഞോ? നീ കരഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കിടാവും ചത്തട്ടില്ല. കരഞ്ഞിട്ട് ഇന്ന് വരെ വലിയ പിള്ളേർ ചത്തണ്ട, ഒരു പിള്ളേരും ചത്തട്ടില്ല. അവിട്ടൊക്കെ ഇടുന്ന് കരഞ്ഞോ? കരഞ്ഞിട്ട് എന്റെ മോള് അധികം ചെറിയ മോള് കിൻഡർ ജോയ് ചോദിക്കും. എനിക്കാണെങ്കിൽ വേറെ എന്ത് വാങ്ങി കൊടുക്കാനും കുഴപ്പമില്ല, കിൻഡർ ജോയ്ക്ക് എന്തൊരു വിലയാ. ആ കാശുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ വേറെ സാധനങ്ങൾ വാങ്ങും. ഞാൻ പറയും, നീ കിൻഡർ ജോയ് ചോദിച്ചിട്ട് എത്ര കരഞ്ഞാലും നീ അവിടെ കിടന്ന് കരഞ്ഞിട്ട് നീ ചത്താ ഞാൻ കുഴിച്ചിടാന്ന് പറയും. അപ്പൊ ഞാൻ പറയണ അങ്ങനെ വാശി പിടിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന പാരന്റ്സ് ആണ് കുട്ടികളെ നശിപ്പിക്കണം. അതായത് അവരെന്താ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കുട്ടിയുടെ ഇഷ്ടം നഷ്ടപ്പെടുമോ? അതൊക്കെ വെറും തെറ്റായ ധാരണകളാണ്. നമ്മളുടെ ഇല്ലായ്മകളും നമ്മളുടെ വല്ലായ്മകളും ഇപ്പൊ എന്റെ പോക്കറ്റിൽ എത്ര അല്ലെ മീൻസ് എന്റെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്ന് എന്റെ മക്കളെ അറിഞ്ഞു വേണം വളർത്താനായിട്ട്. അമ്മയുടെ കയ്യിൽ ഇത്ര രൂപയുള്ളോട്ടോ മോളെ, ഇത് പറ്റില്ല അമ്മയെ കൊണ്ട് ആവില്ല എന്ന് പറയണം. അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ വളരെ പാമ്പർ ചെയ്ത് വളർത്തും. ചിലപ്പോ പോകുന്ന സാഹചര്യത്തിൽ ഒന്നും നടത്തി കൊടുക്കാത്ത ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യനെയോ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ സുഖലോലുപതയിൽ ജീവിച്ചിട്ട് പട്ടുമെത്തയിൽ ജീവിച്ച ആൾക്ക് കല്ലും മുള്ളും സഹിക്കാൻ പറ്റണമെന്നില്ലല്ലോ. കുറച്ച് ദുരിതമൊക്കെ വീട്ടിൽ അനുഭവിക്കട്ടേനെ, എല്ലാം നടത്തി കൊടുക്കണമെന്നില്ല. ഇപ്പം ടീച്ചറാണെങ്കിൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പൊ ലഹരി ഇതിലൊക്കെ അടിമകളാണ്. അത് കാരണം ഒരുപാട് ക്രൈംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്തായിരിക്കും? ലഹരി കൊണ്ടല്ല കേട്ടോ ക്രൈംസ് ഉണ്ടാവണേ, ക്രൈം അല്ലാതെ ഉണ്ടാവാറ്. ഈ ലഹരിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ആൾക്കാരുടെ വിചാരം അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു സൂപ്പർ പവർ കിട്ടും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അല്ലെ, ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടാം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലും നമ്മൾ മറ്റൊരു സൂപ്പർ പവർ ആണ് എന്നൊക്കെയുള്ള ചിന്ത കുട്ടികളുടെ വികലമായൊരു ചിന്ത. പിന്നെ അതെന്തോ ലഹരി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഫ്ലോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ അതിനകത്ത് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ലഹരി എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കണം. ലഹരി എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സിനെ ഞാൻ ലഹരിയായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടാ. അത് പ്രശ്നം. ഇപ്പം നമ്മളത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഇത് എന്തത് ഒരു ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിലാണോ? എന്തും ഒരു പരിധിയിൽ നിർത്തുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. ഇപ്പൊ ഞാൻ പറയണേ ഒരു ഡ്രിങ്ക്സ് എന്ത് തന്നെ ഡ്രിങ്ക്സ് ആണെങ്കിലും അതിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് നമ്മളൊന്ന് സിപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുടിയനോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഭവം ഒന്നും ആയി മാറില്ല.
പക്ഷെ ഒക്കത്തിന് നമുക്കൊരു ബൗണ്ടറി നഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മളിങ്ങനെ കിടന്ന് ആടി ഒലയുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ കൊണ്ടെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ലഹരി നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഇതൊക്കെ എല്ലാം എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു ട്രിപ്പ് പോവാണ്, ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ചില്ല് ചെയ്യാനായിട്ടോ ഒന്ന് വൈബ് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ, ഞാൻ പറയാം ഭയങ്കര വലിയ ഡ്രിങ്ക്സ് കഴിക്കണം എന്നല്ല, ചെറിയൊരു വൈബ് കിട്ടാനൊക്കെ ആയിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കുടിച്ച് ആർമാദിച്ച് ചാലിൽ കിടന്ന് പിന്നെ കുടുംബക്കാരെ വേറെ ആൾക്കാരൊക്കെ പൊക്കി കൊണ്ടുവന്ന് അങ്ങനൊരു അത് നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് എന്തിനാണെങ്കിലും ലഹരി മാത്രമല്ല, ഒന്നിനും നമ്മൾ അടിമപ്പെടരുത് എന്ന് മാത്രം. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. അതെ. പിന്നെ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നത് ഇതാണ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ചീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം. കാരണം പണ്ടൊക്കെ നമുക്കാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ ഹേർട്ട് ആവോന്ന് വിചാരിച്ച് നമ്മളൊരു പരിധി വരെ അതിന് പോയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല. മറ്റാൾക്ക് ഇപ്പൊ എന്തായാലും നമുക്കൊരു വിഷയമല്ല എന്നുള്ള രീതിക്കാണ്. അത് അധികം ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ചീറ്റിങ്ങിനെ എല്ലാവരും എപ്പോഴും വിചാരിക്കുക ഫ്ലേർട്ടിംഗ് ആണെന്നാണ്. അതായത് ഇപ്പൊ മെഹറും ഒരാളും തമ്മിൽ പ്രണയത്തിലാണ്, അപ്പൊ മെഹർ അറിയാതെ അയാൾ വേറൊരു പെണ്ണുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതിനാണ് ചീറ്റിംഗ് നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നതിന് വെറും ഫ്ലേർട്ടിംഗ് ആയി മാത്രം നമ്മൾ ചുരുക്കി കാണരുത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല, അതിപ്പോ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തോ ആയിരിക്കാം, എനിക്ക് ഒരാളോട് ഭയങ്കരമായ ശത്രുതയുണ്ട്. അപ്പൊ എന്റെ പാർട്ട്ണർ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് പോലും ഒരു പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എല്ലാ മനുഷ്യരും സെൽഫിഷ് തന്നെയാണല്ലോ. നമുക്കിപ്പോ നമ്മൾ എന്തായാലും മദർ തെരേസയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മുടെ ഉള്ളിലുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ. അപ്പൊ നമ്മൾ ഇമോഷണലി നമ്മൾ എന്താ പറയാ, എനിക്ക് ഇന്ന ആളുമായിട്ട് നീ ഒരു സൗഹൃദം കീപ്പ് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളറിയാതെ, അതായത് നമ്മുടെ ബാക്കില് അവര് തമ്മിൽ ഒരു സൗഹൃദം കൊണ്ട് നടക്കുന്നത് പോലും ചീറ്റിംഗ് ആണ്. അതായത് ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ഇല്ലായ്മ എന്ന് മാത്രമാണ് അർത്ഥം. നമ്മളറിയാതെ അവരെന്ത് ചെയ്താലും, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്ത് വേണമെങ്കിൽ ആയിരിക്കാം, നമ്മളറിയാതെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നു, അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് പിന്നീട് ഒരു ദിവസം നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം എത്ര മാത്രമായിരിക്കും. എപ്പോഴും നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടാവും അല്ലെ. ശത്രുവിന്റെ നീക്കം നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ശത്രുവിന്റെ കൂടെ നിന്നിട്ടാണ് ഇമാതിരി കളികളൊക്കെ കളിക്കണമെന്ന് അറിയുമ്പോണ്ടല്ലോ നെഞ്ച് പൊളിഞ്ഞു പോകുന്ന ഒരു വേദനയായിരിക്കും. ടീച്ചർ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്നുവെച്ചാൽ ഇപ്പം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം പണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് തന്നെ പറയാ എനിക്ക് നീ ഓക്കെ അല്ല. അതല്ല ഇപ്പൊ പറയുകയാണെങ്കിൽ ചോദിക്കുമ്പോ അവനക്കാണെങ്കിൽ ഉള്ള സമയത്ത് തന്നെ വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരാളിൽ മാത്രം ഒതുങ്ങാണ്ട് വേറെ മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ ഇപ്പൊ ആളുകൾ ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അധികം ആളുകൾക്ക് ഇത് എന്താ പറയാ കല്യാണം വരെയുള്ള ഒരു ടൈം പാസ് അല്ലെ. ശരിക്കും നമ്മൾ തമ്മിലേ ഒരു രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അവരുടെ തന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരിക്കും ആ തേച്ച ആൾ ഇട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും ബ്രേക്കപ്പ് ആവുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റ് എടുത്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈകൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ അവരെ എഫേർട്ട് എടുത്തിട്ട് നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റയർ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. അതാണ് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നതാണ്, റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ, മറ്റേ പ്രണയം അഭിനയിക്കുന്ന ആള് മാത്രമാണെന്ന് പറഞ്ഞതിന് അതിന്റെ താഴെ കുറെ ആളുകൾ കമന്റ് ഇട്ട് അങ്ങോട്ട് മെഴുകിയിട്ടുണ്ടായിരുന്നു. സത്യമാണത്. നിങ്ങൾ തന്നെ ഒന്ന് ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരാൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, ഈ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഏറ്റവും തെറ്റായ സെലക്ഷനിലേക്ക് എന്നെ നമ്മൾ എത്തുന്നതെന്നാണ് തീർച്ചയായും മനസ്സിലാവാത്ത അല്ലേ. അതെന്തായിരിക്കും അതെന്താണെന്നറിയോ, നമ്മുടെ തന്നെ ഒരു പഴയ ഒരു പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണെന്ന് പറയണത്. അതായത് നമ്മുടെ തന്നെ ഒരു പാസ്റ്റ്, ഇപ്പൊ എനിക്കൊരു 2-3 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്റെ ഒരു പഴയ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ആ പാറ്റേൺ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്താണോ കുഴപ്പം? അല്ല, നമ്മള് റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പറ്റിയ ആളുകളിലേക്ക് മാത്രമേ നമ്മൾ അട്രാക്റ്റഡ് ആവുള്ളൂ. അതങ്ങനെയാണ്, ആ അട്രാക്ഷൻ തിയറി അങ്ങനെയാണ്. അതായത് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ആളുകളെ അട്രാക്റ്റഡ് ആവാനാണ് നമ്മുടെ വിധി. അങ്ങനെ വരൂ.